നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിറ്റോ അല്ലെങ്കിൽ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കുള്ള മെനു ആയിട്ടാണ്. ഒരു വീക്ക്ലി മെനു ആണിത്. ഇതിനു മുൻപ് നിങ്ങളെല്ലാവരും എൻ്റെ വെയിറ്റ് ലോസ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ ഞാൻ മെനുവിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ കിറ്റോ അല്ലെങ്കിൽ LCHF ഡയറ്റിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് ഭക്ഷണത്തിൽ വെറൈറ്റികൾ ഉണ്ടാകില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മടുക്കും. അതായത് ബുൾസൈ, ബോയിൽഡ് എഗ് ഇവയൊക്കെ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടുക്കും. അപ്പോൾ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. ഈ വീഡിയോയിൽ 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് മുട്ട ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന 7 ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ഡേ ആശംസിച്ചുകൊണ്ട് ഗരം മസാലയുടെ ഈ പുതിയ എപ്പിസോഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഓരോ റെസിപ്പികളായിട്ട് കാണാം. ആദ്യത്തെ റെസിപ്പി മിക്സഡ് വെജിറ്റബിൾ ഓംലെറ്റും കുറച്ച് നട്ട്സും പിന്നെ ബട്ടർ കോഫിയാണ്. 4-5 ചെറിയ ഉള്ളി, ഒരു പീസ് ക്യാപ്സിക്കം, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു തക്കാളി. ഇവയാണ് ഞാൻ മിക്സഡ് വെജിറ്റബിൾ ഓംലെറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 2-3 മുട്ട ഉപയോഗിക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള പാനിൽ ഞാൻ ഓംലെറ്റിൻ്റെ മിക്സ് ഒഴിക്കുകയാണ്. നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ആൽമണ്ട്സും വാൾനട്ടും ആണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ. 5 ആൽമണ്ടും അതുപോലെ 5 വാൾനട്ടും ഉള്ളൂ. ഇതിൽ അത്രയും കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ബട്ടർ കോഫിയാണ് ഉണ്ടാക്കുന്നത്. 25 ഗ്രാം ബട്ടറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ബട്ടറിലോട്ട് കോഫി ഒഴിക്കുകയാണ്. ചിക്കറി ഇല്ലാത്ത കോഫി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കോഫി നന്നായിട്ട് പതഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ള കോഫി കൂടെ ഒഴിക്കാം. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന മുട്ട ഉപയോഗിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി നോക്കാം. രണ്ടാമത്തെ റെസിപ്പി ബുൾസൈ ആണ്. ഡബിൾ ബുൾസൈയും 150 ml വരുന്ന ബൗളിൽ കുറച്ച് മിക്സഡ് വെജിറ്റബിൾ സാലഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബട്ടർ കോഫിയാണ് സെർവ് ചെയ്യുന്നത്. സാലഡിന് വേണ്ടിയിട്ട് ഞാൻ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ക്യാബേജ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ഉപ്പും ലെമൺ ജ്യൂസും പിന്നെ ഒലിവ് ഓയിലും ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ബുൾസൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യുക. ഇവിടെ ഞാൻ 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും സ്പ്രെഡ് ചെയ്യുക. കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി. മുകൾ ഭാഗവും അടിഭാഗവും ഒക്കെ കുക്കായി വരും. നമ്മുടെ ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാലഡിൽ നിന്ന് ഞാൻ 1/2 കപ്പാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 25 ഗ്രാം ബട്ടർ യൂസ് ചെയ്തിട്ടുള്ള ബട്ടർ കോഫി ഉണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. മൂന്നാമത്തെ റെസിപ്പി ഞാനിവിടെ ബോയിൽഡ് എഗ് ആണ് സെർവ് ചെയ്യുന്നത്. 2-3 ബോയിൽഡ് എഗ് സെർവ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 എഗ്ഗാണ് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ വാൾനട്ട് സെർവ് ചെയ്യുന്നുണ്ട്. 4 വാൾനട്ടാണ്. പിന്നെ കുറച്ച് ആൽമണ്ട്സും, ഒരു 10 മാക്സിമം 15, അതിനപ്പുറം സെർവ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സെർവ് ചെയ്യുന്നത് ബട്ടർ കോഫിയാണ്. 25 ഗ്രാം ബട്ടർ യൂസ് ചെയ്തിട്ടുള്ള ബട്ടർ കോഫിയാണ്. ഞാൻ 2 പേർക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇതിൽ ഉപ്പ് ചേർത്തിട്ടാട്ടോ ഞാൻ ബോയിൽ ചെയ്യുന്നത്. ഞാനിവിടെ അടപ്പോട് കൂടിയിട്ടുള്ള ഒരു പാത്രത്തിലാണ് ബോയിൽ ചെയ്യുന്നത്. പകരമായിട്ട് പ്രഷർ കുക്കറിലും ബോയിൽ ചെയ്യാം. പ്രഷർ കുക്കറിലാണ് ബോയിൽ ചെയ്യുന്നത് എങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ ബോയിൽ ചെയ്താൽ മതി. ഇനി നമ്മുടെ എഗ്ഗ് എത്രത്തോളം ബോയിൽ ആവണോ അതിനനുസരിച്ചിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പോട്ടിൽ ഹാഫ് ബോയിൽഡ് എഗ്ഗ് യൂസ് ചെയ്യാം, അതല്ല ഹാർഡ് ബോയിൽഡ് എഗ്ഗ് യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗിൻ്റെ ഷെൽസ് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇവിടെ ഞാൻ നട്ട്സ് എടുത്തിട്ടുണ്ട്, 4 വാൾനട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 10-15 ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നട്ട്സ് യൂസ് ചെയ്തില്ലേ. ഇനി ഉച്ചയ്ക്കും വൈകുന്നേരം നമ്മൾ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ, അതായത് ഫിഷും മീറ്റൊക്കെ കഴിക്കുകയാണെങ്കിൽ എനി നട്ട്സ് ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ ഇപ്പോഴെടുത്ത നട്ട്സിനെ നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം വിശപ്പ് വരുന്ന സമയത്ത്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബട്ടർ കോഫി എടുത്തിട്ടുണ്ട്. 25 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്.
ഈ ബട്ടറിലോട്ട് കോഫി ഒഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കറി ഇല്ലാത്ത കോഫിയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള കോഫി കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്ത റെസിപ്പി ഞാനിവിടെ സെർവ് ചെയ്യുന്നത് എഗ് ബുർജിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുക്കുംബർ സ്ലൈസ് ചെയ്തത് സെർവ് ചെയ്യുന്നുണ്ട്. ഒരു കുക്കുംബർ സ്ലൈസ് ചെയ്തതാണിത്. അതിന് കൂടെ തന്നെ കുറച്ച് നട്ട്സ് കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ബട്ടർ കോഫി. ഫാറ്റ് സോസ് ആണ് ബട്ടർ കോഫി. ബട്ടർ കോഫി കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കാം. ഈ എഗ് ബുർജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ക്യാബേജ്, ഒരു തക്കാളി, പിന്നെ ക്യാപ്സിക്കം, ഇവയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാബേജ് ഇവ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി കൂടെ ചേർക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വരണം എന്നില്ല കേട്ടോ, അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇനി നമുക്ക് മുട്ടയെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 3 മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത്. 2 or 3 മുട്ട എടുക്കാം. ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, കുരുമുളക് പൊടി, എത്രത്തോളം സ്പൈസസ് വേണോ ഓരോരുത്തർക്കും അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെയൊന്നും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ബൗളിലോട്ട് എടുക്കാം. ഇത്ര വെജിറ്റബിൾസ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ വേണമെങ്കിൽ മാത്രം കുക്കുംബർ സ്ലൈസസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ആൽമണ്ട്സ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ കോഫിയുടെ ഉണ്ടാക്കാം. ഞാനിവിടെ 25 gram ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഹോം മെയ്ഡ് ബട്ടർ യൂസ് ചെയ്യാം. ഇനി ഹോം മെയ്ഡ് ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രാസ് ഫീഡ് ബട്ടർ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗൾഫിലൊക്കെ ആണെങ്കിൽ കെരി ഗോൾഡ് എന്ന ബ്രാൻഡ് കിട്ടും. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും നല്ല ഗ്രാസ് ഫീഡഡ് ബട്ടർ തന്നെയാണ്. ബട്ടർ കോഫി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കോഫിയുടെ ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് 5ാമത്തെ റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ സെർവ് ചെയ്യുന്നത് ചീസ് ഓംലെറ്റ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ കുക്കുംബർ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ 25 gram ബട്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ കോഫിയാണ് ഉള്ളത്. ഇനി 2 പേർക്കുള്ള ചീസ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. 5 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആയി വരും. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. 5 മുട്ട ആയതുകൊണ്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ വെജിറ്റബിൾസും മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ സവാള, ക്യാപ്സിക്കം, പച്ചമുളക് ഇവയൊക്കെയാണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ബട്ടർ തടവിയ പാനിലോട്ട് ഈ വെജിറ്റബിൾ മിക്സ് ഒഴിക്കാം. ഇനി ഇത് കുക്കായി വരട്ടെ. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ചീസാണ്. ഈ ചീസ് ഓംലെറ്റ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ചീസ് ഓംലെറ്റ് ആണ്. ഇതിനോട് ശരിക്കും ഒരു ക്രേവിങ് വരെ തോന്നാറുണ്ട്. ഇവിടെ ഞാൻ മോസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. ഈ മോസറല്ല ചീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ ബേസ്ഡ് ചീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒലിവ് ഓയിൽ ബേസ്ഡ് ചീസ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. സൺഫ്ലവർ ഓയിൽ ബേസ്ഡ് ചീസൊന്നും ഉപയോഗിക്കരുത്. ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ ചീസ് ഓംലെറ്റിന്. ഞാൻ 2 പേർക്കാണ് സെർവ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഹാഫ് പോർഷനാണ് സെർവ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 25 gram ബട്ടർ ഉപയോഗിച്ചിട്ടുള്ള ബട്ടർ കോഫി കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബട്ടർ കോഫിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ സെർവ് ചെയ്യുന്നത് സ്റ്റീംഡ് എഗ് ആണ്. സ്റ്റീംഡ് എഗ്ഗിൻ്റെ കൂടെ തന്നെ മിക്സഡ് വെജിറ്റബിൾ സാലഡ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ബട്ടർ കോഫി ഉണ്ട്. നമുക്ക് എങ്ങനെ സ്റ്റീംഡ് എഗ്ഗ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയെ ഒരു ബൗളിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ മുട്ടയെ ഒരു ഗ്ലാസ് ബൗളിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് സ്റ്റീൽ ബൗൾ എടുക്കാം. ഇനി ഇതിനെ ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണിത്. എന്നും ഒരേ റെസിപ്പി ഫോളോ ചെയ്യുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായിരിക്കും ഈ സ്റ്റീംഡ് എഗ്ഗും.
ഞാനിവിടെ വെജിറ്റബിൾ സാലഡ് എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് സാലഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മുട്ടയുടെ പകുതി പോർഷൻ എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 25 ഗ്രാം ബട്ടർ ചേർത്തിട്ടുള്ള ബട്ടർ കോഫിയും സെർവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 7ാമത്തെ റെസിപ്പി നോക്കാം. അവോക്കാഡോ ബോർഡ്സ് ആണ് നമ്മുടെ 7ാമത്തെ റെസിപ്പി. 2 അവോക്കാഡോ ബോർഡ്സും ഇതിൻ്റെ കൂടെ തന്നെ ബട്ടർ കോഫിയാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. ഞാൻ 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിവിടെ 4 മുട്ടയും 2 അവോക്കാഡോ ആണ് എടുത്തിട്ടുള്ളത്. ഈ അവോക്കാഡോയെ നമുക്ക് മുറിച്ചെടുക്കാം. ഈ അവോക്കാഡോയുടെ അടിഭാഗം മുറിച്ചെടുക്കാം. ഇനി അവോക്കാഡോയിൽ സ്പേസ് കുറവാണെങ്കിൽ അവോക്കാഡോ എടുത്ത് മാറ്റണം. ഇനി ചെറിയ മുട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മുട്ട ഇതിൽ കൊള്ളുകയും ചെയ്യും ട്ടോ. ഇനി നമുക്ക് ഓരോ മുട്ടയായിട്ട് അവോക്കാഡോയുടെ അകത്തോട്ട് പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർക്കണം. നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിതിനെ 425 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള 2 അവോക്കാഡോ ബോർഡ്സ് ആണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 25 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടറിലോട്ട് കോഫി ഒഴിക്കാം. ഷിക്കർ ഇല്ലാത്ത കോഫിയാണ് വേണ്ടത്. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. അങ്ങനെ കീറ്റോ അല്ലെങ്കിൽ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരാഴ്ചയ്ക്ക് ഉപയോഗിക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ റെസിപ്പികളെല്ലാം. എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ഡേ ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.